ഒന്നുകിൽ മഴ അല്ലെങ്കിൽ വെയിൽ, ഇവ രണ്ടിനെയും അതിജീവിക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ഇത്തവണ വെയിലിനെ അതിജീവിക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. രുദ്ര അതീവ സന്തോഷവാനാണ്. അവനെപ്പോഴും പുറത്തു പോകുന്നത് വളരെ ഇഷ്ടമാണ്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം പാണ്ഡവ കേവ്സ് ആണ്. വനവാസകാലത്ത് പാണ്ഡവന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം. അർവലൈം ഗുഹകൾ എന്നാണ് ശരിക്കും ഈ ഗുഹാക്ഷേത്രത്തിന്റെ നാമധേയം. ഈ ഗുഹാക്ഷേത്രം 3 ചേംബറുകളായാണ് തരം തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 ചേംബറുകൾ ആരാധനാലയങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചേംബറിനുള്ളിലേക്ക് കടക്കാം. ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് AD 6-ാം നൂറ്റാണ്ടിലാണ്. അതായത് ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുൻപ് ഒരൊറ്റ ലാറ്ററൈറ്റ് കല്ലിൽ അഥവാ വെട്ടുകല്ലിൽ തുരന്നാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ ചേംബറിൽ 4 റൂമുകളിലായി 4 പ്രതിഷ്ഠകളാണ് ഉള്ളത്. അവയിൽ 2 എണ്ണം ശിവലിംഗത്തെ അനുസ്മരിപ്പിക്കുന്നവയാണ്. ആർക്കിയോളജിസ്റ്റുകളുടെ പഠനപ്രകാരം അവർ അവകാശപ്പെടുന്നത് ഇതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നു എന്നാണ്. അതിനു കാരണം അജന്ത, എല്ലോറ കേവുകളിലെ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. ചിത്ര മറ്റേതോ ലോകത്തെത്തിയ പോലെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. അടുത്തത് 2ാമത്തെ ചേംബറിലേക്ക് കയറി. അവിടെ ആകെയുള്ളത് ശിവലിംഗത്തെ പോലുള്ള ഈ ഒരു പ്രതിഷ്ഠയാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രതിഷ്ഠകൾ എന്താണ്? ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് നാം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഇനിയും കണ്ടെത്താൻ ഏറെയുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ അവ രണ്ടും കണ്ട് ഞങ്ങൾ 3ാമത്തെ ചേംബറിലേക്ക് എത്തി. ഈ ചേംബർ ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഉണ്ടായിരുന്ന മോങ്സും മറ്റും ആഹാരവും മറ്റും പാകം ചെയ്ത് ജീവിച്ചിരുന്നത് ഇതിനുള്ളിലായിരുന്നു. എന്തിനാണ് ഈ കുഴികളെന്ന് വ്യക്തമല്ല. ആഹാരം പാകം ചെയ്യുന്നതിനോ അടുപ്പുകൾ കൂട്ടുന്നതിനോ മറ്റും വേണ്ടി നിർമ്മിച്ചവയാവാം. ഒരു ഭാഗത്ത് വിശാലമായ ആരാധനാലയം, മറുഭാഗത്ത് ഇടുങ്ങിയ വാസസ്ഥലം. ഇവ സൂചിപ്പിക്കുന്നത് അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവർ ഏറെ സമയവും ചിലവഴിച്ചിരുന്നത് ക്ഷേത്രത്തിനുള്ളിലായിരുന്നു എന്ന് തന്നെയാണ്. ഇതൊന്നും കാണാതെ മിതുക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. ആധുനിക മനുഷ്യന് ഇന്നും കണ്ടെത്താനാകാത്ത ആ ചരിത്രവും ഉള്ളിലൊതുക്കി ഈ ഒരു ചരിത്ര നിർമ്മിതി ഇവിടെ അതിൻ്റെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് തണലേകുന്നതിനായി ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരു പടുകൂറ്റൻ പ്ലാവ് പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള നിർമ്മിതികൾ കാണുമ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകാറുണ്ട്. എപ്പോഴും യാത്രകൾ ചെയ്യുമ്പോൾ മുൻപിൽ നിൽക്കുന്നത് രുദ്രയാണ്. എന്നാൽ ഇന്ന് വെയിലുകൊണ്ട് അവൻ ആകെ തളർന്നു പോയിരിക്കുന്നു. തൻ്റെ ദാഹം ശമിപ്പിക്കുന്നതായി കൊണ്ടുവന്ന തണുത്ത വെള്ളം കുടിക്കുകയാണ്. ഇനി തൊട്ടടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.